ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഡീപ്പ് ന്യൂഡ് ആപ്ലിക്കേഷൻ? നിങ്ങൾ കവർ ഫോട്ടോയിൽ കണ്ട അതേ പ്രോസസ്സിംഗ് ആണ് നമ്മുടെ ഡീപ്പ് ന്യൂഡ് ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നിങ്ങൾ ഭയപ്പെടേണ്ട ആപ്ലിക്കേഷൻ ആണ്. എസ്പെഷ്യലി പെണ്ണുങ്ങൾ, അതായത് ലേഡീസ് ഭയപ്പെടേണ്ട ആപ്ലിക്കേഷൻ ആണ് ഡീപ്പ് ന്യൂഡ് ആപ്ലിക്കേഷൻ. നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. പക്ഷെ അധികം ഇപ്പോൾ ഭയപ്പെടേണ്ട എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം ഡീപ്പ് ന്യൂഡ് ആപ്ലിക്കേഷന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നാണ്. വളരെയധികം സെക്യൂർ ആയിട്ടുള്ള, വളരെ പേടിപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഡീപ്പ് ന്യൂഡ് ആപ്ലിക്കേഷൻ നമുക്ക് മുന്നോട്ട് കാഴ്ചവെക്കുന്നത്. അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ കമ്പനി അവരുടെ സ്വന്തം കുറ്റബോധം കൊണ്ട് തന്നെ അവരത് ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്തു. അതിന്റെ കാരണം എന്താണ്? അത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളുടെ അടുത്തേക്കും എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ചെറിയ അറിവുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ എന്താണ് ഡീപ്പ് ന്യൂഡ് ആപ്ലിക്കേഷൻ? പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും വളരെ നിസ്സാരമായിട്ട് കാണുന്ന, അതായത് മുമ്പ് കണ്ടിരുന്ന ഒരു സാധാരണ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഡീപ്പ് ന്യൂഡ് ആപ്ലിക്കേഷൻ. പല ആളുകൾക്കും ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയില്ല. കമ്പനി ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്തത് വെറുതെ ഒരു വിനോദം പോലെ കരുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്തത്. പക്ഷെ പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലായത് ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രവർത്തനം വളരെ എത്രയോ മടങ്ങ് അകലെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഫോൺ വീഡിയോസുകളൊക്കെ കുക്ക്ഡ് അപ്പ് ചെയ്തിട്ടാണ് പല വീഡിയോസുകളും നമ്മളുടെ അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് എക്സ്റേ എന്ന രീതിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡീപ്പ് ന്യൂഡ് ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ബോഡി മൊത്തം സ്കാൻ ചെയ്യും. അവർ സ്കാൻ ചെയ്തതിനു ശേഷം മിനിറ്റുകൾക്കുള്ളിൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, പെണ്ണുങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കുക, മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ വസ്ത്രം ധരിച്ച ഫോട്ടോ വിത്തൗട്ട് ഡ്രസ്, അൺഡ്രസ്, അതായത് വസ്ത്രം ധരിച്ച ഫോട്ടോ മിനിറ്റുകൾക്കുള്ളിൽ വസ്ത്രം ധരിക്കാത്ത രീതിയിൽ നഗ്നയാക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഡീപ്പ് ന്യൂഡ് ആപ്ലിക്കേഷൻ. പക്ഷെ കമ്പനി, ഞാൻ മുമ്പ് പറഞ്ഞു, വളരെ വിനോദമായിട്ട് കണ്ട് രസകരമായിട്ട് കാണേണ്ട ഒരു ആപ്ലിക്കേഷൻ പോലെയാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. പക്ഷെ ഏകദേശം എന്താ പറയാ, കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ 5 ലക്ഷത്തിൽ മേലെ ആളുകളാണ് ഈ ആപ്ലിക്കേഷൻ അവർ ഇൻസ്റ്റാൾ ചെയ്തത്. ഇതിന്റെ ഉപയോഗം ആളുകൾക്ക് വളരെയധികം അട്രാക്റ്റ് തോന്നി. അതിന്റെ കാരണം, അതായത് നിങ്ങൾക്ക് അറിയാം, പുരുഷന്മാർക്ക് അതേപോലെ തന്നെ ചില ഞരമ്പ് രോഗികൾക്ക് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ ആളുകളിലേക്ക് വൈറലായിട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വളരെയധികം ഇതിനെതിരെ പ്രതിഷേധം മുന്നോട്ട് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഈ ഡെവലപ്പ് ചെയ്ത ഡീപ്പ് ന്യൂഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത ഉടമസ്ഥകർ അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ജസ്റ്റ് വിനോദം, എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ പ്രസന്റ് ചെയ്തത്. പക്ഷെ ഈ ഒരു രീതിയിൽ ഈ ആപ്ലിക്കേഷൻ വൈറലാകുമെന്ന് ഒരു രീതിയിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അത് മാത്രമല്ല, ആരും, അതായത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ആപ്ലിക്കേഷൻ ലഭ്യമല്ല എന്നുള്ള രീതിയിൽ ഈ ആപ്ലിക്കേഷൻ പോയല്ലോ, ഇനി എന്തിനാണ് ഈ വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്തത്, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതുന്ന ആളുകൾ ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ആപ്ലിക്കേഷൻ പോയിട്ടില്ല. അതായത് ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ അറിഞ്ഞിരിക്കണം, ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകൾക്ക് നിങ്ങളുടെ ഫോട്ടോസുകളൊക്കെ എടുക്കുന്നു, അതിനെതിരെ നിർബന്ധമായും ആക്ഷൻ എടുക്കുക. ഓക്കെ, അതായത് നമ്മുടെ എന്താ പറയാ, ഇവര് നമ്മുടെ ഈ ഒരു ഡീപ്പ് ന്യൂഡ് ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ട്വിറ്ററിൽ അവർ കുറിച്ചിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ പ്രസന്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോക്ക് അവര് ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ടെങ്കിലും പലയിടങ്ങളിലും സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ആയിട്ടില്ല. അത് മാത്രമല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും വലിയ പ്രത്യേകത, ആർക്ക് വേണമെങ്കിലും ഇത് ക്രാക്ക് ചെയ്യാം. പല ആപ്ലിക്കേഷൻ നമ്മൾ ക്രാക്ക് ചെയ്ത് നെറ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ പല ആപ്ലിക്കേഷനും നമ്മൾ ക്രാക്ക് ചെയ്തെടുക്കുമ്പോൾ മേ ബി
അതിന് ഇതുണ്ടാവും, വാട്ടർമാർക്ക് ഉണ്ടാവും. വാട്ടർമാർക്ക് ചിലപ്പോൾ നിർബന്ധമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ആപ്ലിക്കേഷനൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഇതിനെന്തില്ല, വാട്ടർമാർക്ക് ഇല്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ആർക്ക് വേണമെങ്കിലും ക്രാക്ക് ചെയ്യാം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ മിനിറ്റുകൾക്കുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോട്ടോസ്, അതായത് നമ്മുടെ എക്സാമ്പിൾ പറയാം, ഞാനിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തു, ആ ഫോട്ടോ വസ്ത്രം ധരിച്ച ഫോട്ടോ നേരെ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഫോട്ടോ എന്ത് പോകും, ആ ഫോട്ടോന്റെ നേരെ നമുക്ക് എക്സ്റേ ഇന്റലിജന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് എക്സ്റേ ആയതിനു ശേഷം, എക്സ്റേ ചെയ്തതിനു ശേഷം അതിന്റെ ഫോട്ടോ നമുക്ക് വേറൊരു ആൽബം പോലെ ലഭിക്കും. ഇത് ജീനിയൻ ആയതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്തത്. വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ആപ്ലിക്കേഷൻ ഇതുവരെ പൂർണ്ണമായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക. ആരും അത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ സ്ത്രീകളുടെ സംരക്ഷണം നമ്മളുടെ കയ്യിലാണ്. അതുകൊണ്ട് ആരും തന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഫസ്റ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്തത് പേയ്മെന്റ് വഴിയാണ്. അതായത് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കയറിയാലും ആപ്പ് സ്റ്റോറിൽ കയറിയാലും ഈ ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാണ്. ഇത് വൈറലാവുന്നുണ്ട്, അതായത് ആളുകൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പേയ്മെന്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വൈസ് കൊടുത്തു. അങ്ങനെ ആളുകൾ പേയ്മെന്റ് ചെയ്തിട്ട് പോലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങി. പിന്നീട് അവർ എന്ത് ചെയ്തു, ഫ്രീ ആയിട്ടും പേയ്മെന്റോട് കൂടി രണ്ടും നമുക്ക് പ്രോസസ്സിംഗ് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ രണ്ടും നമുക്ക് അഡ്വാൻറ്റേജസ് കിട്ടുന്ന രീതിയിൽ ആപ്ലിക്കേഷൻ അവർ എന്ത് ചെയ്തു, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ആളുകൾ ഫ്രീ ആയിട്ടും പൈസ കൊടുത്തിട്ടും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ കാരണത്താൽ കമ്പനിക്ക് മനസ്സിലായി ഇത് എന്തില്ല, ഇത് ഭയങ്കരമായ രീതിയിൽ എഫക്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചത്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ തോന്നാം, പെൺകുട്ടികളെ മാത്രം എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എഫക്ട് ചെയ്യുക, ആൺകുട്ടികളുടെ ഫോട്ടോ, അതായത് ആണുങ്ങളുടെ ഫോട്ടോ എടുത്താലും ഈ രീതിയിൽ വരൂലെന്ന്. പക്ഷെ ആണുങ്ങളുടെ ഫോട്ടോ ബോഡിക്ക് അനുസരിച്ച് ഒരു കാരണവശാലും ഇന്റലിജൻസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രീതിയിലുള്ള ഈ എക്സ്റേ ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കൂല. അതായത് പെൺകുട്ടികളുടെ ഫോട്ടോ മാത്രമേ പ്രവർത്തിക്കൂ എന്നാണ് ചുരുക്കി പറഞ്ഞ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതേപോലെ കമ്പനി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ലഭിക്കുന്ന സമ്പാദ്യം പിന്നീടാണ് അവർ പറയുന്നത്, പിന്നീടാണ് ലാസ്റ്റ് പ്രതിഷേധങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് കമ്പനി പറയുന്നത്, ഞങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ഒരുപാട് ക്യാഷ് ലഭിക്കും. അതായത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനനുസരിച്ച് വരുമാനം കൂടുന്ന രീതിയിലാണ് ആപ്ലിക്കേഷന്റെ പോക്ക്. എന്നാലും ഇത്തരത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ദുരുപയോഗം ചെയ്യുന്നതിലൂടെയുള്ള വരുമാനം ഞങ്ങൾക്ക് വേണ്ട, ഈ രീതിയിലുള്ള പണസമ്പാദ്യം ഞങ്ങൾക്ക് വേണ്ട എന്നാണ് ഈ കമ്പനി ഉടമസ്ഥകൾ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിളിൽ, അതായത് ക്രോമിൽ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യുക, അതായത് ജസ്റ്റ് ഡീപ്പ് ന്യൂഡ് ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഒരു കാരണവശാലും ഒരു ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല, ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ ഗെയിം പോലെയാണ്, ഇത് ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഗെയിം പോലെയാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പല രീതിയിലുള്ള ലിങ്ക് വഴി മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. ക്രാക്ക് ചെയ്യാൻ എക്സ്പേർട്ട് ആയ ആളുകൾക്ക് മാത്രമേ ഈ ആപ്ലിക്കേഷൻ ക്രാക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ കമ്പനി ഇപ്പോൾ അടച്ചു പൂട്ടിയിട്ടുണ്ട്. ഇതിന്റെ വെബ്സൈറ്റ് ശൂന്യമാണ്, അടച്ചു പൂട്ടിയിട്ടുണ്ട്. ആർക്കും ഇത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും സമാധാനിക്കാം. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കാരണം നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. 2-3 ദിവസമായിട്ട് ഇതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഡീപ്പ് ന്യൂഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ മുമ്പ് ചിലപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് കഴിഞ്ഞാൽ പണ്ടൊരു കാലത്ത് ഡീപ്പ് ന്യൂഡ് ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ എന്താ പറയുക പ്രത്യാഘാതം വളരെയധികം വലിയതായിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ, എന്നുള്ള ന്യൂസുകളൊക്കെ ലഭിക്കുമ്പോൾ എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആ സമയത്ത് ചിന്തിച്ചു കൂട്ടണ്ട, ഇതാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് വീഡിയോ പ്രസന്റ് ചെയ്തത്. കമ്പനി അടച്ചു കൂട്ടിയിട്ടുണ്ട്, പക്ഷേ ക്രാക്ക് വേർഷൻ അവൈലബിൾ ആണ്.